ഹായ്, ഇറ്റ്സ് മീ കലാകമ മഹൽ. നിങ്ങൾ വളരെ പാഷനുള്ള ഒരു ലേഡിയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, അല്പം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നിങ്ങളൊരു പാഷനുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഐഡിയാസ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക മീൻസ് നിങ്ങളുടെ ഐഡിയാസ് ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാണ്ട് ആ ഐഡിയനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുക്കണം. അതിന് ഫസ്റ്റ് ആക്ഷൻ, നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്തതിന് ശേഷം അതിനെ ആക്ഷനിലേക്കൊന്ന് കൊണ്ടുവരിക. നമുക്കൊരു പാഷനുണ്ട്, പക്ഷേ നമുക്ക് ആക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ, പ്രീ പ്ലാനിങ്ങും വെൽ പ്ലാനിങ്ങും ആക്ഷനും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ആ ഒരു പാഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. ആക്ഷനിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആക്ഷൻസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഓഫ് ദ ടൈം അത് വീണ് പൊട്ടും, തോൽക്കും. നമ്മൾ കുറേ ഐഡിയാസ് നമ്മളിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, പക്ഷേ നമ്മൾ ഐഡിയാസ് മാത്രമായിട്ട് വെച്ചുകൊണ്ടിരിക്കാണ്ട് ആ ഐഡിയാസിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആക്ഷൻ ത്രൂ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒത്തിരി തവണ ഇത് തോൽക്കും. നമ്മുടെ ഓരോ ഐഡിയാസും പൊളിയും. പക്ഷേ ഈ ഓരോ ഐഡിയാസും പൊളിയുന്നതനുസരിച്ച് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും, ലെസൺസ് കിട്ടും. സോ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് ആക്ഷൻ പ്രോസസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് ഇൻ കേസ് ഇത് ഫെയില്യൂർ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു തോട്ട് വേണ്ട. ഫെയില്യൂർ ആവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് ആകട്ടെ. പക്ഷേ നിങ്ങളൊരു പാഷനുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഐഡിയാസ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. അത് എത്ര തവണ അത് പരാജയപ്പെട്ടിരുന്നാലും കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങളതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക. ഇംപ്ലിമെൻറ്റ് ചെയ്യും തോറും വീണ്ടും അത് തോൽവിയിലേക്ക് പോയെന്നിരിക്കും. പക്ഷേ ഒരിക്കൽ കൺഫേമായിട്ട് ഞാൻ പറയാം, ഒരിക്കൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എത്ര വട്ടം നിങ്ങൾ തോറ്റോ ആ തോറ്റതിൻ്റെ ഡബിളായിട്ട് നിങ്ങൾക്കതിൻ്റെ പോസിറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഒരു ആംബിഷനുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു പാഷനുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഐഡിയാസിനെ വെറും ഐഡിയാസ് മാത്രം വെച്ചുകൊണ്ടിരിക്കാതെ അത് ആക്ഷൻ എന്ന് പറയുന്ന ഇംപ്ലിമെൻറ്റ് ആ ഒരു പ്രൊസീജിയറിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള എഫേർട്ട് ഇടുക. താങ്ക് യു.